ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയെത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മറയാക്കി സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിയാണെന്ന് ആരോപിച്ചാണ് ഹർജികൾ. ദൈവത്തിന് അവകാശപ്പെട്ട ദേവസ്വം ഫണ്ട് മതപരിപാടികൾക്കായി വിനിയോഗിക്കാൻ അനുവദിക്കരുത് എന്നാണ് ആവശ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ചട്ടപ്രകാരം കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിനെ മറയാക്കിയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് മതേതരത്വം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നിയമപരമായി കഴിയില്ല എന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ആഗോള അയ്യപ്പ സംഗമം തടഞ്ഞില്ല എങ്കിൽ ഭാവിയിൽ സർക്കാരുകൾക്ക് മതസംഗമങ്ങൾ നടത്താൻ വേണ്ടി കഴിയും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് ഇത്തരം മതസംഗമങ്ങൾക്കായി മാറ്റാൻ വേണ്ടി കഴിയില്ല എന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൻ്റെ അവകാശി ദൈവമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് ആ പണം ഉപയോഗിക്കരുതെന്നതാണ് ഹർജിക്കാരൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം. പമ്പ നദീതീരം പരിസ്ഥിതി ലോല പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അയ്യപ്പ സംഗമം നടത്തുന്നത് കേരള ഹൈക്കോടതി മുമ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഹർജിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തടസ്സ ഹർജി ഫയൽ ചെയ്യാനും ആലോചിക്കുന്നുണ്ട്. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.